9 സ്വാഗതം. +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് നോക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് നമുക്ക് നോക്കാം. സർക്കുലർ. 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായുള്ള മെറിറ്റ് വേക്കൻസിയോടൊപ്പം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സൂചന 1, 2 സർക്കാർ ഉത്തരവുകളുടെ അധികമായി അനുവദിച്ച 120 താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകളെയും ചേർത്തുകൊണ്ടുള്ള വേക്കൻസി സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി 2026 ജൂലൈ 25 പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഇപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. 2026 ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് സ്പോർട്സ് കോട്ടയിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങൾ ഇതുവരെ മെറിറ്റ് കോട്ടയിൽ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും. പ്രവേശനം നേടിയ ജില്ലയ്ക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ട്രാൻസ്ഫർ, നിങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് തന്നെ, നിങ്ങൾ പ്രവേശനം നേടിയ ജില്ലയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ട്രാൻസ്ഫർ ആണ്. ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ മാറണമെങ്കിൽ മാറാം. ഇനിയിപ്പം നിങ്ങൾക്ക് കോഴ്സ് മാത്രം മാറണമെങ്കിൽ അങ്ങനെ മാറാം. ഇനി സ്കൂളും കോഴ്സും മാറണമെങ്കിൽ അങ്ങനെ മാറാൻ എല്ലാത്തിനും സൗകര്യമുണ്ട്. ഇതിനായി നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്ലൈ ഫോർ സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വിവിധ അലോട്ട്മെൻറ്റുകളിൽ അധിക സീറ്റ് സൃഷ്ടിച്ച് അലോട്ട്മെൻറ്റ് അനുവദിച്ചിട്ടുള്ളതിനാൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായി അപേക്ഷ നൽകാൻ സാധിക്കില്ല. മറ്റ് കോട്ടകളിൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട പ്രവേശനം നേടിയവർക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ അർഹതയില്ല. ഇപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിലൊക്കെയാണ് പ്രവേശനം നേടിയെങ്കിൽ നിങ്ങൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക്, മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്ക്, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. അതായത് എന്താണ്, ഒരേ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷൻ, ഇപ്പോൾ സയൻസ് കിട്ടിയൊരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷൻ, ഇപ്പം ഒരു സ്കൂളിൽ സയൻസാണ് മറ്റൊരു സ്കൂളിലും സയൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളും കോഴ്സും മാറണമെങ്കിൽ നിങ്ങൾക്ക് 3 തരത്തിലാണ് ട്രാൻസ്ഫർ. ഒന്ന് നിങ്ങൾക്ക് സ്കൂള് മാത്രം, 2 കോഴ്സ് മാത്രം, 1 സ്കൂള് മാത്രം മാറാൻ, 2 കോഴ്സ് മാത്രം മാറാൻ, പിന്നെ 3ാമത് സ്കൂളും കോഴ്സും മാറാൻ. ഇങ്ങനെ 3 രീതിയിലാണ് ട്രാൻസ്ഫർ ഉള്ളത്. മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ഓപ്ഷനായി ആവശ്യപ്പെട്ടിരിക്കണമെന്നില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ വേണ്ട സ്കൂള്, നിങ്ങൾ കോഴ്സും നിങ്ങൾ മുൻപ് ഓപ്ഷനിൽ കൊടുത്ത സ്കൂളുകളും കോഴ്സുകളും അല്ലാതെ നിങ്ങൾ മുൻപ് കൊടുക്കാത്ത സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾക്ക് കൊടുക്കാം. ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും മാറ്റത്തിനായി ഓപ്ഷനുകൾ നൽകാം. നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫറിനായി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മുൻഗണനാക്രമത്തിലാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളും കോമ്പിനേഷനുകളും മാത്രം മാറ്റം ലഭിച്ചു കഴിഞ്ഞാൽ മുൻഗണനാക്രമത്തിലാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളുകളും കോമ്പിനേഷനുകളും മാത്രം ഓപ്ഷനായി നൽകുക. സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിലേക്കുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ വെക്കാൻ പാടുള്ളൂ. ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്കും കോഴ്സിലേക്കും മാറേണ്ടതായിട്ട് വരും. പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ കൂടാതെ സ്കൂൾ ബാർ കോമ്പിനേഷൻ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്കും വിദ്യാർത്ഥി അപേക്ഷ നൽകിയിട്ടുള്ള പക്ഷം മാറ്റം അനുവദിക്കും. അതായത്
അതായത് വിദ്യാർത്ഥി മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു സ്കൂളിലേക്കും നിലവിൽ ഒഴിവുകളില്ലെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന സ്കൂളിലേക്കോ കോഴ്സിലേക്കോ വേക്കൻസി ഇല്ലെങ്കിൽ പോലും, അവിടെ നിലവിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം നിങ്ങളിപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ പോകുന്ന സ്കൂളിലും കോഴ്സിലും വേക്കൻസി ഇല്ലെങ്കിലും അവിടുന്ന് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ പോവുകയാണെങ്കിൽ അവിടെ വേക്കൻസി ഇപ്പം നിലവിലിപ്പോൾ വേക്കൻസി ഇല്ലായ സ്കൂളിൽ നിന്നും വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം അവിടുന്ന് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ നേടി പോവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കും. പ്രസ്തുത സ്കൂളിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂൾ മാറ്റത്തോടെ പോകുന്ന ഒഴിവ് വന്നാൽ ആ ഒഴിവിലേക്ക് മുകളിൽ സൂചിപ്പിച്ച അപേക്ഷ പരിഗണിക്കും. ഞാൻ പറഞ്ഞ പോലെ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താലും അവിടുന്ന് ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുമെന്നാണ്. കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഓപ്ഷനുകൾ ചേർക്കാനുള്ള ബോക്സിൽ വിദ്യാർത്ഥികൾ മാറ്റത്തിനായി ഉദ്ദേശിക്കുന്ന സ്കൂളുകളും കോമ്പിനേഷനുകളും മുൻഗണനാക്രമത്തിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ഫോർ സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ നിങ്ങളുടെ ആവശ്യമായ സ്കൂളുകളും കോഴ്സുകളും കൊടുക്കാൻ സാധിക്കും. സ്കൂൾ ട്രാൻസ്ഫറും അപേക്ഷയിൽ സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ചായിരിക്കും പ്രോസസ് ചെയ്യുന്നത്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായുള്ള അപേക്ഷകൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ 2026 ജൂലൈ 25 രാവിലെ 10 മണി മുതൽ 2026 ജൂലൈ മാസം 27 ഉച്ചയ്ക്ക് 1 മണി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ജൂലൈ 25 മുതൽ ജൂലൈ 27 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള വേക്കൻസികളും മറ്റ് വിശദാംശങ്ങളും രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായി 2026 ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കും. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിശദാംശങ്ങൾ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി